മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ അന്തിമ പട്ടിക പുറത്തുവിട്ടു. 32 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. ഇവരെ മരിച്ചതായി പരിഗണിച്ച് സർട്ടിഫിക്കറ്റ് നൽകാനും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനും സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. സുർജിത്ത്, 32 പേരുടെ പട്ടികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ നേരത്തെ കുടുംബങ്ങളടക്കം അക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു. ആ പട്ടിക തന്നെയാണല്ലോ, ആ പേരുകൾ തന്നെയാണല്ലോ ഈ പട്ടികയിലുള്ളത്? തീർച്ചയായും 32 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അവർ മരിച്ചതായി കണക്കാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു സർക്കാർ. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പട്ടിക പുറത്ത് വിട്ടിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയത്, ഇതിൻ്റെ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി, ഒപ്പം തന്നെ മേപ്പാടി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അതോടൊപ്പം വെള്ളരിമല വില്ലേജ് ഓഫീസർ എന്നിവർ ചേർന്നാണ് തയ്യാറാക്കിയത്. ഇത് DDMA ഈ പട്ടികയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഇതിൽ 32 പേരെയാണ് കാണാതായിട്ടുള്ളത്. അവർ മരിച്ചതായി കണക്കാക്കാനുള്ള അത്തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിൽ നിന്നും ഇതിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 13 പേരാണ്. ഒപ്പം ചൂരൽമലയിൽ നിന്ന് 14 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ചില ഇതര സംസ്ഥാന തൊഴിലാളികളും ഈ കാണാതായവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ ബീഹാർ സ്വദേശികളുണ്ട് 3 പേർ, ഒപ്പം ഒഡീഷ സ്വദേശികളും 3 പേർ ഉണ്ട്. മേപ്പാടി സ്വദേശികളായ 2 പേരെയും കണ്ടുകിട്ടാൻ ഉണ്ട്. ഇവരുടെ പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരെ മരിച്ചതായി പരിഗണിച്ച് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് ഓർഡർ പുറത്തിറങ്ങിയതുമാണ്. ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ പട്ടിക നേരെ ഇനി സംസ്ഥാന തലത്തിലേക്ക് കൈമാറും. സംസ്ഥാന തല സമിതി ഇത് പരിശോധന പൂർത്തിയാക്കും. ആ പരിശോധനയ്ക്ക് ശേഷമാകും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും ഒപ്പം തന്നെ ഈ മരണ സർട്ടിഫിക്കറ്റ് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക. സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.